അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട് നമ്മളെപ്പോഴും വൃത്തിയാക്കാറുണ്ട്, പക്ഷെ നോമ്പൊക്കെ എടുക്കുമ്പം വൃത്തിയാക്കൽ കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ നോമ്പിന് മുന്നേ തുടങ്ങുന്നുണ്ടാവും. സാധാരണ മാസങ്ങളെ പോലെയല്ല റമദാൻ മാസം നമുക്ക് പുണ്യമാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ പണികൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മുൻകരുതലൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ നമസ്കാരവും അതുപോലെ തന്നെ ചായ കൂടെയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിന്ന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിതുപോലെ തേങ്ങയിൽ ഒരു പകുതി തക്കാളിയും ഒരു 3-4 വറ്റൽമുളകും 2 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ എൻ്റെ ചമ്മന്തി അവിടെ റെഡിയായി. അപ്പോൾ തക്കാളിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഉഴുന്ന ദോശ ഉണ്ടാക്കുന്ന ദിവസം പണി വളരെ എളുപ്പമായിരിക്കും. കാരണം രാവിലെ പെട്ടെന്ന് ഇഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഞാനിതുപോലെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കുട്ടികളൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് അവരെ മാറ്റി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് അങ്ങ് അയച്ചു. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയാൽ മാത്രമേ എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ നടക്കുകയുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭക്ഷണം കൂടി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുക. അപ്പം നോമ്പിനേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഗരം മസാല. അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പട്ടയും ഗ്രാമ്പൂ ഏലക്കയൊക്കെ കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകമാണ് ഇതിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കുന്നുണ്ട്. സ്പൈസസൊക്കെ എത്രത്തോളം വിഷമൊക്കെ അടിച്ചിട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതുപോലെ കഴുകിയിട്ടൊക്കെ എടുക്കുന്നത്. അകമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ തന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. അങ്ങനെ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഉച്ചക്കേക്കുള്ള പണി കൂടെ നോക്കണം. നമ്മൾ വൃത്തിയാക്കി നടന്നാൽ മാത്രം പോരാലോ, ഉച്ചക്ക് സമയമാകുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് വല്ലതും ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഉപ്പയും ഉമ്മയും ഞാനും മക്കളും മാത്രമേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേര് കൂടി ചേർന്നാൽ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ തീർത്തെടുക്കാം. അപ്പം വൃത്തിയാക്കാൻ ഉപ്പയും കൂടി സഹായിക്കാറുണ്ട്. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചു. ഇനി ഉച്ചക്കേക്ക് പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് മുളക് പെരക്കി വെക്കണം. അപ്പോൾ അതിനിടയിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി ആറിയിട്ടു. അപ്പോൾ മൊത്തത്തിൽ ക്ലീനാക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മണ്ണ് പിടിച്ചിട്ടുള്ള ഷൂസ് കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെരുപ്പുകളൊക്കെ അനാവശ്യമായിട്ട് ഞാൻ വാങ്ങിയിടാറില്ല. അതുകൊണ്ട് തന്നെ 2 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂ ആണിത്. അപ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ സോപ്പിട്ട് കലക്കിയിട്ട് ഇതുപോലെ കുതിർത്തി വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ നന്നായിട്ട് വൃത്തിയായി കിട്ടുന്ന ഷൂ ആണ്. ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഷൂ മഴയത്ത് ചവിട്ടാനും ഒരു ഷൂ അല്ലാത്തപ്പോൾ ചവിട്ടാനുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഷൂസൊക്കെ നല്ല കുട്ടപ്പനാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അപ്പോഴേക്കും ബാക്കി അടുക്കളയിൽ കുറച്ച് കഴുകാനൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ ഇതുപോലെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വൃത്തിയാക്കാനുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊടി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടി വരുന്നുണ്ട്. പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി വൃത്തിയാക്കി പുതിയ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടു. മൊത്തം അടിച്ചു വാരിയതിന് ശേഷം ഇനി അടുക്കളയിൽ കയറി ബാക്കിയുള്ള പണി കൂടെ നോക്കണം. അപ്പോൾ ചോറായി. അപ്പോൾ വറവിനേക്കുള്ള ഞാൻ കോവക്ക മുറിച്ച് വറവാക്കുന്നുണ്ട്. കോവക്ക വറുത്തതിൻ്റെ കൂടെ തന്നെ വെള്ളരിയാണ് കറി വെക്കുന്നത്. അപ്പോൾ വെള്ളരി ഇതുപോലെ തക്കാളിയും പച്ചമുളകും അല്പം മഞ്ഞളും മുളകൊക്കെ ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയിൽ അല്പം മഞ്ഞളും ജീരകമൊക്കെ ഇട്ടൊന്ന് അരച്ചിട്ട് അരപ്പൊഴിച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് പിന്നെ അതിലേക്ക് ചട്ടി അഴിച്ചിട്ടാൽ നമ്മുടെ വെള്ളരി കറി റെഡിയാവും.
അതിനിടയിൽ മീനും പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഉമ്മ മുളക് പൊടി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും മുളക് പൊടിക്കാറ് ഇതേതുപോലെ പകുതി എരിവുള്ള മുളകും പകുതി പിരിയ മുളകും വാങ്ങിയിട്ടാണ്, അതായത് കാശ്മീരി ചില്ലി. അപ്പോൾ രണ്ടും കൂടി ഇടുമ്പം നമുക്ക് എരിവ് നല്ല ഈക്വലായിട്ടാണ് കിട്ടുക, കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും. അപ്പോൾ നോമ്പിന് കൂടുതൽ ചിലവുള്ളൊരു സാധനമാണ് മല്ലിയും മുളകൊക്കെ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ മല്ലിയും ഇതേപോലെ തന്നെ കഴുകിയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ഇവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പിന് കൂടുതൽ ചിലവുള്ളൊരു കാര്യമാണ് ഒറോട്ടിപ്പൊടി. നമ്മൾ പൊതുവേ പാക്കറ്റ് ഒറോട്ടിപ്പൊടി വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ പൊന്നി അരി ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കുതിർത്തി കഴുകി എടുത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കഴുകാനിട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ എന്തായാലും എടുക്കും. അരിയൊക്കെ കഴുകി ഊറ്റിയിട്ട് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് നല്ല വെയിലത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ഉണക്കം മതിയാവും ഇതുപോലെ ഒന്ന് ഒറോട്ടിക്ക് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും, കാരണം നല്ല ചൂടാണ് ഈ സമയത്ത്. അപ്പോഴാണ് നല്ലൊരു ഷേക്ക് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീട്ടിൽ സപ്പോർട്ട ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പഴുത്ത സപ്പോർട്ട ഇരിപ്പുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് സപ്പോർട്ട പറിച്ച് വെക്കുകയും ചെയ്തു. അപ്പോൾ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ടൊക്കെ മുറിച്ച് മിക്സിയിലിട്ടപ്പോഴാണ് അറിയുന്നത് ഷേക്ക് അടിക്കാൻ കട്ടപ്പാലില്ല. അതുകൊണ്ട് സാധാ പാൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പാലിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മധുരം കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ അടിച്ച് കുടിച്ചു. കാരണം സപ്പോർട്ടൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു ഈ ഒരു ജ്യൂസ്. അങ്ങനെ ഉച്ചക്കത്തെ പണിയൊക്കെ ഒരുങ്ങി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചോറ് തിന്നേണ്ട സമയമാണ്. അങ്ങനെ ചോറിന് വെള്ളരി കൂട്ടാനും കോവക്ക വറവും മീൻ പൊരിച്ചതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒഴിവാക്കാനാവാത്തൊരു സാധനമാണ് മാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ ഒരു ജനിപ്പിന് അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനുണ്ട്. ആ സമയത്താണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറ്. കാരണം കുറച്ച് സമയം മാത്രമേ നമുക്കൊന്ന് കിടക്കാനുള്ള സമയം കിട്ടൂ. അപ്പോഴേക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരാറാവും. അങ്ങനെ ഉച്ചക്കത്തെ വൈകുന്നേരത്തൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉപ്പാരിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒറോട്ടിപ്പൊടി നല്ല ചൂടുണ്ടാകും പൊടിച്ച് കൊണ്ടുവന്നാൽ. അതൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം വലിയൊരു ബക്കറ്റിലിട്ട് വെക്കുന്നുണ്ട്. ഇനിയുള്ള പരിപാടി ഗരം മസാല പൊടിക്കലാണ്. നിങ്ങളൊക്കെ കഴുകാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം അത് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏലക്കായുടെ കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്, തോട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മരുന്നടിക്കുന്ന ഒരു സാധനമാണ് ഏലക്കായ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ തോട് ഒഴിവാക്കാനാണ് നോക്കാറ്. കുറച്ച് കൂടുതൽ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ 2 ട്രിപ്പായിട്ടാണ് പൊടിക്കുന്നത്. സാധാരണ ഗരം മസാലയിൽ ജാതിക്കയും ജാതിപത്രയും സ്റ്റാറൊക്കെ ചേർക്കാറുണ്ട്, ഞങ്ങൾ ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് അത് ചേർക്കാതെയാണ് പൊടിച്ചെടുക്കുന്നത്. 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു പേപ്പറിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടാണ് ഒരു കുപ്പിയിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ പൊടിച്ച് വെക്കുമ്പം നല്ല വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങിയ കുപ്പിയിൽ എയർ ടൈറ്റായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കൂട്ടത്തിൽ തന്നെ ചില്ലി ഫ്ലേക്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കാം. നന്നായി കഴുകി ഉണങ്ങിയ മുളകാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്കിത് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതും നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ടിട്ടൊന്ന് അടച്ച് വെക്കാം. ഇനി ഏലക്കായും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏലക്കായുടെ തോടൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ അല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ടും മധുരമായിട്ടുള്ള സാധനങ്ങൾക്കാണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കൽ. അതുകൊണ്ട് തന്നെയാണ് പഞ്ചസാര ഇട്ട് അടിക്കുന്നതും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏലക്കായ് പൊടി,
ചില്ലി ഫ്ലേക്സ്, ഗരം മസാലയൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇത് ഒരു ദിവസത്തെ മാത്രം വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.